ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബുക്ക് റെഫറൻസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്സ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ സിലബസ് നോക്കുവാണെങ്കിൽ ഇത് രണ്ട് തരത്തിലാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഒന്ന് പാർട്ട് എ എന്ന് പറയുന്നത് ഡിപ്ലോമ സ്റ്റുഡൻസിനും ഡിവോക് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ്. പിന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഇപ്പൊ പാർട്ട് എയിൽ, അതായത് ഡിപ്ലോമ സ്റ്റുഡൻസിനും ഡിവോക് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ആദ്യമായിട്ട് അതിനകത്ത് വരുന്നത് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്സ് ആണ്. ദെൻ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്നത് 30 മാർക്സ് ആണ്. അടുത്തത് വരുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സി, അതിന് 15 മാർക്സ് ആണ് വരുന്നത്. അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അതിന് 15 മാർക്സ് ആണ് വരുന്നത്. അടുത്തതായിട്ട് മാത്തമാറ്റിക്സ്, അതിന് 20 മാർക്സ്. പിന്നെ ഇംഗ്ലീഷിന് 10 മാർക്സ്. ഇനി അടുത്തതായിട്ട് പാർട്ട് ബി എന്ന് പറയുന്നത് BSc മാത്തമാറ്റിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അവർക്കുള്ള മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സിന് 40 മാർക്സ്, ഫിസിക്സിന് 30 മാർക്സ്, കെമിസ്ട്രിക്ക് 20 മാർക്സ്, പ്രോഗ്രാമിംഗ് ഇൻ സിക്ക് 15 മാർക്സ്, ഇംഗ്ലീഷിന് 50 മാർക്സ്. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസിന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്സ് വരുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകാം. അപ്പം ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് നമുക്ക് സതീഷ് ഗോപി എന്ന് പറയുന്ന ഓത്തറിന്റെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ SS ഭവിക്കട്ടിയുടെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും. അതായത് പിന്നെ സതീഷ് ഗോപി എന്ന് പറയുന്ന ഓത്തറിന്റെ ബുക്സിന്റെ PDF നോട്ട്സ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഉള്ള ബുക്ക് റെഫറൻസ് ആണ്. അത് എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിന്റെ ഓതേഴ്സ് KP റോയ്, SK ഹജ്ര ചൗധരി, നീർജഹാർ റോയ് എന്ന് പറയുന്ന 3 ഓതേഴ്സിന്റെ ഒരു ബുക്കുണ്ട്, എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തന്നെ ഒരു ബുക്കുണ്ട്. അതിന്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് G ഷൺമുഖം ആൻഡ് MS പളനിച്ചാമി എന്ന് പറയുന്ന 2 ഓതേഴ്സിന്റെ ബുക്സ് ആണ്. അത് നല്ലൊരു റെഫറൻസ് ആണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ റെഫറൻസ് ബുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ബുക്കിന്റെ പേര് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാണ്. അതിന്റെ ഓതർ എന്ന് പറയുന്നത് ജോൺ നെൽസൺ ആണ്. പിന്നെ എഫക്റ്റീവ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിന്റെ ഓതർ എന്ന് പറയുന്നത് M അഷ്റഫ് റിസ്വി ആണ്. പിന്നെ എക്സാമിൻ യുവർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വേറൊരു ബുക്കുണ്ട്, അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതിന്റെ ഓതർ എന്ന് പറയുന്നത് മാർഗ്രറ്റ് മെയ്സൺ ആണ്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓത്തറാണ് E ബാലഗുരുസ്വാമി. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിംഗ് ഇൻ ANSI C എന്ന് പറയുന്ന ബുക്ക് നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. അതിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും നമുക്ക് ആ ഒറ്റ ബുക്കിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് കൂട്ടത്തിൽ ലെറ്റസ് സി എന്ന് പറയുന്നത് കനേറ്റ്കറിന്റെ ലെറ്റസ് സി എന്ന് പറയുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ ദ കംപ്ലീറ്റ് റെഫറൻസ് സി എന്ന് പറയുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിന് DK ഭട്ടാചാര്യ, പൂനം ടാൻഡൺ എന്ന് പറയുന്ന 2 ഓതേഴ്സിന്റെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്ന ബുക്കാണ്. അതിന്റെ ഓതർ എന്ന് പറയുന്നത് ഡോക്ടർ പ്രേംലെറ്റ് B ആണ്. അത് നല്ലൊരു റെഫറൻസ് ആണ്. അടുത്തത് വരുന്നത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ ഒരു ബുക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, അതിന്റെ ഓതർ എന്ന് പറയുന്നത് ശിഖ അഗർവാൾ ആണ്. ആ ബുക്ക് നമുക്ക് നല്ല റെഫറൻസ് ആണ്. പിന്നെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കെമിസ്ട്രി, CNR റാവോ എന്ന് പറയുന്ന ഓതറിന്റെ അണ്ടർസ്റ്റാൻഡിങ് കെമിസ്ട്രി, അതും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുന്ന ബുക്ക് തന്നെ നമുക്ക് റെഫർ ചെയ്യാം. അതിന്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർ S വൈരം ആൻഡ് ഡോക്ടർ ശുഭ രമേശ് എന്ന് പറയുന്ന 2 ഓതേഴ്സ് ആണ് അതിൻ്റെ ഉള്ളത്. ആ ബുക്ക് നമുക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും.
ഇനി അടുത്ത് വരുന്നതാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അത് നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് എർവിൻ ക്രേസിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ബുക്കിൻ്റെ പുറം ചട്ടിയെ തന്നെ ഉണ്ട് ഫോർ സെമസ്റ്റർ 1 and 2. അതായത് നമ്മുടെ ഇപ്പോൾ ലെറ്റ് സ്റ്റുഡൻസ് ആകുമ്പം നമ്മൾ ഫസ്റ്റ് ഇയർ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സെമസ്റ്ററിലോട്ടാണ് നമുക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ എക്സാമിലൂടെ ക്രാക്ക് ചെയ്യേണ്ടതും എന്താണ്, ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ ബേസിക്സുമാണ് നമ്മൾ ആ എക്സാമിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെയുള്ളൊരു ബുക്കാണ്. അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് വീരരാജൻ ടിയുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്ക്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് നമുക്ക് 3 ബുക്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും റെഫർ ചെയ്യാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ഡോക്ടർ R.K. ബാൻസലാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് S. രാമാമൃതം എന്ന് പറയുന്ന ഓതറിൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് SS ഭവിക്കട്ടിയുടെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു ബുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് SS ഭവിക്കട്ടിയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ 3 ബുക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി, അതായത് BL തെരേജ ആൻഡ് AK തെരേജ എന്ന് പറയുന്ന 2 ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന ബുക്ക് നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. അതും അല്ലെങ്കിൽ നമുക്ക് വേറെ 2 ബുക്ക് കൂടെ റെഫർ ചെയ്യാം. ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ലീനിയർ സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് റെഫർ ചെയ്യുക. അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന A. ആനന്ദ് കുമാറിന്റെ ബുക്കുണ്ട്, അത് നമുക്ക് റെഫർ ചെയ്യാം. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. ഇനി ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.